എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഷുവർ ഷോട്ടിൽ നമ്മൾ ഒരു 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following that stands for this inability to initiate or persist goal directed activities? അതായത് ഇതിലേതാണ് ഇനബിലിറ്റി ടു, നമ്മളൊരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മൾ എന്ത് കാര്യവും ചെയ്യുന്നത് ഒരു ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റിയാണ് അല്ലേ. നമ്മൾ എഴുതുന്നത്, നമ്മളെ ഗോൾ എന്താണ്, നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്, നമ്മുടെ എക്സാം പാസ്സാവുക അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുക, ഇതൊക്കെ ഒരു ഗോളാണ്. ഒരു ജോലി കിട്ടുക എന്നുള്ളൊരു ഗോളാണ്, അല്ലെങ്കിൽ ഒരു എക്സാം പാസ്സാവുക എന്നുള്ളതൊരു ഗോളാണ്. അപ്പം ഇങ്ങനെ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് എന്താണ് പറയുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ വരിക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും അറിയാത്തവർ ഒന്ന് നോക്കി ഏതാണ് വരിക എന്നുള്ളത്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയേ. അലോഗിയ, അപ്പതി, അബോലിഷൻ, കാറ്ററ്റോണിയ, ഏതായിരിക്കും? നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ വരുന്നത് അബോലിഷൻ ആണ് അല്ലേ. അബോലിഷൻ ആണ്. നമുക്ക് ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു ഇനബിലിറ്റിക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, അബോലിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അലോഗിയ എന്തായിരിക്കും? അലോഗിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫ്യൂവർ ആയിട്ടുള്ള വേർഡ്സ് മാത്രമാണ് ഈ അലോഗിയ ഉള്ള സമയത്ത്. അതായത് അലോഗിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഫ്യൂവർ ആയിട്ടുള്ള വേർഡ്സ് മാത്രമാണ് ഇവർ സംസാരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും സംസാരിക്കില്ല. അപ്പതി എന്ന് പറയുന്നതോ, അവരെന്തെങ്കിലും കാര്യങ്ങൾ, ഈ അപ്പതിയുള്ള ആളുകളെ സംബന്ധിച്ച് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ആളുകളെ ഒന്നും അവർ കൺസിഡർ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ അപ്പതി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഡി കാറ്ററ്റോണിയ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മൂവ്മെന്റ്സ് മാത്രമായിരിക്കും കാറ്ററ്റോണിയയിൽ ഉണ്ടാവുക അല്ലേ. ഇതൊക്കെ എന്താണ്, സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഓർത്ത് വെക്കുക കേട്ടോ, ഓരോ ടേമും എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? എല്ലാവരും ഓർത്ത് വെക്കുക. ചെറിയ പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോസിറ്റീവ് സ്ട്രെസ് ഈസ് നോൺ ആസ്. ഇത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്താണ് പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്? സ്ട്രെസ് പല ടൈപ്പ് ഉണ്ട് അല്ലേ. എപ്പോഴൊക്കെയാണ് നമുക്ക് സ്ട്രെസ് വരിക? നമുക്ക് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് വരാം. നമുക്ക് എന്തെങ്കിലും വേദനയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് വരാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് സംഭവിക്കാം അല്ലേ. പക്ഷേ പോസിറ്റീവായിട്ട് സ്ട്രെസ് വരുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രെസ് എന്നറിയപ്പെടുന്നത് ഇതിൽ ഏത് ടേമാണ്? പ്ലഷർ ആണോ, ഡിസ്ട്രെസ് ആണോ, PTSD ആണോ, യൂസ്ട്രെസ് ആണോ? ഏതായിരിക്കും? എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ. എന്താണ്? യൂസ്ട്രെസ് ആണ് അല്ലേ. പോസിറ്റീവ് സ്ട്രെസ് എന്നറിയപ്പെടുന്നത് യൂസ്ട്രെസ്സും നെഗറ്റീവ് സ്ട്രെസ് എന്നറിയപ്പെടുന്നത് ഡിസ്ട്രെസ്സും ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് യൂസ്ട്രെസ്? നമ്മൾ ഡിസ്ട്രെസ്സിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഡിസ്ട്രെസ് ഉണ്ടാവും. പക്ഷേ യൂസ്ട്രെസ് എപ്പോഴാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മുടെ ലൈഫിൽ, ഇപ്പോൾ നമ്മുടെ കല്യാണമാണ്. നമ്മുടെ കല്യാണമാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും അല്ലേ. സെയിം ടൈം അത് നമ്മുടെ ദിവസമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ആ ഒരു ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു റാങ്ക് ഹോൾഡർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവാർഡ് കിട്ടുകയാണ്. ഈ അവാർഡ് കിട്ടുന്ന സമയത്ത് നിങ്ങളത് വാങ്ങിക്കാൻ പോകുന്ന ഒരു മൊമെൻറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സെയിം ടൈം നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള സ്ട്രെസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, യൂസ്ട്രെസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, പോസിറ്റീവ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ യൂസ്ട്രെസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ICD പബ്ലിഷ്ഡ് ബൈ WHO, DSM ഈസ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് എവിടെയും ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഏതായിരിക്കും? DSM പബ്ലിഷ് ചെയ്തത് ആരാണ്? AP ആണോ, UN ആണോ, PSA ആണോ, UNICEF ആണോ? ഏതാണ്? നമുക്കറിയാം അല്ലേ. APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ് എന്ത് DSM പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ICD പബ്ലിഷ് ചെയ്തത് WHO, അതേപോലെ തന്നെ DSM പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ്? APA. ഇത് നിങ്ങൾ മറക്കാണ്ട് കാണാപ്പാടം പഠിച്ച് വെക്കേണ്ട ഒരു ടേം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ICD പബ്ലിഷ് ചെയ്തത് WHO ആണ്, അതുപോലെ തന്നെ DSM പബ്ലിഷ് ചെയ്തത് APA ആണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരാൻ വളരെ സാധ്യതയുള്ള ഏരിയ ആണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. From the below options, choose the correct stands for DSM. DSMന്റെ ഫുൾ ഫോം ഇതിൽ ഏതാണ് വരുന്നത്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ.
description of serious mental illness, diary of statistical methodology, diagnostic and statistical manual of mental disorders, description and statistical manual of mental illness. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അറിയുന്ന ആളുകൾക്ക് വളരെ ഈസിയും അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ കൺഫ്യൂസിങ്ങും ആണ് അല്ലേ. എന്താണ് എല്ലാം റിസംബിൾ ചെയ്യുന്നത് DSMനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? നമുക്ക് ആൻസർ നോക്കാം അല്ലേ. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡർ. നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. DSM നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. The term that was coined by Emil Kraepelin, which described a cluster of symptoms similar to what is now known as schizophrenia. Okay. എമിൽ ക്രേപ്ലിൻ എന്തിനെയാണ് കോയിൻ ചെയ്തത്? അതായത് സ്കീസോഫ്രീനിയയുടെ അതുപോലെ സിംറ്റംസ് ഉള്ള അല്ലെങ്കിൽ ഇന്ന് സ്കീസോഫ്രീനിയ എന്നറിയപ്പെടുന്ന ഒരു ഡിസോർഡറിനെ പണ്ട് എമിൽ ക്രേപ്ലിൻ വേറൊരു ടേമായിട്ട് കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? എബ്നോർമലിൻ്റെ ഹിസ്റ്ററിയിലൊക്കെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലേ. ഏതായിരിക്കും? നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഡിമെൻഷ്യ പ്രിക്കോസ്, പാരനോയിയ, ഡിപ്രസീവ് സൈക്കോസിസ്, അംനേസ്റ്റിക് ഡിസോർഡർ. പലപ്പോഴും ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വിയേർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാറുണ്ട്. ചിലപ്പോൾ അതൊക്കെ എന്താ പറയുക, അവർ ആ സമയത്ത് കോയിൻ ചെയ്യുന്ന ടേംസ്, അതായത് നിലവിലില്ലാത്ത ടേംസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ എപ്പോഴും ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് നോക്കിയാലോ. ആൻസർ നോക്കിയേ, ഡിമെൻഷ്യ പ്രെക്കോസ്. അപ്പോൾ ആദ്യമായിട്ട് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഡിമെൻഷ്യ പ്രെക്കോസ്, അന്ന് സ്കീസോഫ്രീനിയ അറിയപ്പെടുന്നത് ഡിമെൻഷ്യ പ്രെക്കോസ് എന്നായിരുന്നു. അത് കോയിൻ ചെയ്ത ആള് എമിൽ ക്രേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തത് ആരാണ്? നിങ്ങൾക്കറിയോ ആരാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ടേം, ഒരു മോഡേൺ ടേം കോയിൻ ചെയ്തത് എന്നുള്ളത്? യൂജീൻ ബ്ലൂലർ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, പാരനോയി എന്താണ് എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അവസാന സമയമാണ്. ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ. താങ്ക് യു ഓൾ.